ഹലോ, ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അന്ന് തിരുവോണമാണ്. ഞങ്ങളെല്ലാവരും കൂടി രാവിലെ അമ്പലത്തിലൊക്കെ പോയി, അവിടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ രാവിലെ നീറ്റപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രധാന പരിപാടി കുറേ പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വലിയ പൂക്കളിടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് റെഡിയാക്കി ക്ലിയർ ചെയ്ത് വെച്ചിട്ടോ. അത് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ ഞങ്ങൾ പൂക്കളം വരച്ചിട്ടോ. കൂട്ടനും ഏട്ടനും ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് വരച്ചത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പൂമാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാനിവിടെ പൂവൊക്കെ ഇടാണ്ടാവണത്. എന്ന് അവിടെ ഇത്താൻ്റെ വീട്ടിൽ പടിഞ്ഞാറ്റുമുറിയിൽ ഓണമല്ല പ്രാവശ്യം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളായിരുന്നു കേട്ടോ. അങ്ങ് കണ്ടിട്ട് എന്താ തോന്നുന്നത്, എനിക്ക് ഭയങ്കര, ഞങ്ങളെവിടെ നോക്കിയിട്ടതല്ല കേട്ടോ, ഞങ്ങളതായ ഒരു ഐഡിയയിൽ ഇട്ടൊരു പൂക്കളാണ്. ഞങ്ങളൊരു 10 മണിക്കിടാൻ തുടങ്ങിയിട്ട് 1:30 ആയപ്പോഴത്തേക്കാണ് പൂക്കൾ ഏകദേശം സെറ്റപ്പ് ആയത് കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ പൂക്കളിട്ടത്. പിന്നെ ആദ്യകൂട്ടനെ നോക്കി അച്ഛൻ്റെ അടുത്ത് ഇരിക്കണ കണ്ടോ, പൂക്കളത്തിൻ്റെ ചുറ്റും ഓടി നടന്നപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടിരുത്തിയതാ കേട്ടോ. അപ്പോൾ ഞങ്ങളെ പൂക്കളൊക്കെ സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മാലയും പൂമാലയും എല്ലാം സെറ്റപ്പായിട്ടാണ്. ഇനി നേരെയുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഫുഡാണ് കേട്ടോ. ഓണം എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ സദ്യയും പായസം വേണമല്ലേ. അപ്പം ഇനി അടുത്തത് സദ്യ പരിപാടിയാണ് കേട്ടോ. സദ്യ കഴിക്കേണ്ട ആദ്യം തന്നെ മക്കളെയൊക്കെ ഇരുത്തിട്ടോ. മക്കളെ ഞങ്ങൾ എല്ലാവരും നിലത്തിരുന്നിട്ട് കഴിച്ച ആ ഒരു സദ്യയിൽ ഓണം വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ മക്കളെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് കുറേ സമയം ഡാൻസൊക്കെ കളിച്ചിട്ട് അവർ. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളല്ലേ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചുണ്ടാവാറുള്ളത്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയാണ്, അവർ എൻജോയ് ചെയ്യാണ് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. മക്കളെ 3 പേർക്ക് ഒരേപോലെ ഡ്രസ്സായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വൈറ്റ് ഷൂസും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് കേട്ടോ. മക്കൾക്ക് കുറച്ച് സമയം ഒരു ഭാഗത്ത് നിൽക്കാൻ കഴിയുള്ളൂ, അപ്പോഴത്തേക്ക് അവർ അടുത്ത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഓടി ഓടി നടന്ന് മാമനും അമ്മയും ഒരു വഴിക്കായി. എന്നാലും കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് കളികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊതിഞ്ഞൊന്ന് സെറ്റപ്പാക്കി വെച്ചു കേട്ടോ. ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചാർജ് തീർന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ 3 മണിക്ക് റെഡി ആവണമെന്ന് വിചാരിച്ച് ഞങ്ങൾ 5 മണിയപ്പോഴത്തേക്കാണ് റെഡി ആയിട്ട്. പിന്നെ കുറേ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതിന് മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ദേവുട്ടൻ ഔട്ടായി കേട്ടോ. ദേവുട്ടൻ ഔട്ടായപ്പോൾ ദേവുട്ടൻ ഭയങ്കര സങ്കടമായി. ദേവുട്ടിന് വേണ്ടി അമ്മ മാറിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ട ചീത്ത പറഞ്ഞിട്ട് അവിടെ തന്നെ എത്തി, ഗെയിമാണ് അതൊക്കെ ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ കളിച്ച് 2ാമത്തെ റൗണ്ടിൽ അമ്മ ഔട്ടായി കേട്ടോ. അപ്പോൾ ഇഷ്ടനെ കൊണ്ടുപോയി വെച്ച് ഇഷ്ടം പോയില്ല കേട്ടോ. ഇനി 3ാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്ക് അച്ഛൻ ഔട്ടായി. കളിയുടെ ആരവം കൂടി അപ്പോൾ കുട്ടികളെയും മക്കളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛനമ്മയും കുറേ ട്രൈ ചെയ്തിട്ടോ. പക്ഷേ ഇഷ്ടനൊന്നും പോയില്ല. ആദ്യം പോയി ഇഷ്ടന് തീരെ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളി വീണ്ടും തുടങ്ങി. ഇനി 3 ആളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 പെൺതരികൾ ഓടി 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 ആര് ജയിക്കുന്നു നോക്കാം അല്ലേ. 4ാമത്തെ റൗണ്ടിൽ ഞാനും ഔട്ടായി. 5ാമത്തെ റൗണ്ടിലാണെങ്കിലോ ഐശ്വര്യ ഔട്ടായി. അങ്ങനെ അവസാനം വിന്നറായത് അഖിലയാണ് കേട്ടോ. നമ്മുടെ ഓണം പ്രോഗ്രാം കൺവീനർ ഐശ്വര്യയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കിയതും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഐശ്വര്യ തന്നെയാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞത് നമ്മുടെ നാരങ്ങയുടെ കളിയാണ് കേട്ടോ. സ്പൂണിൽ ലെമൺ വെച്ച് പോണ നമ്മൾ 11 ഇൻ സ്പൂൺ ഗെയിമാണ് കേട്ടോ. അപ്പോൾ അതിന് കളിക്കാനുള്ളത് 4 പേരാണ്. അമ്മയും അച്ഛനും ദേവുട്ടനും ഏട്ടനും ആണ്. ഏട്ടന് 4 സ്റ്റെപ്പ് അടി വെക്കേണ്ടി വന്നില്ല. അതിന് മുന്നേ തന്നെ ഏട്ടന് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവനത് കൊണ്ട് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ജയിച്ച ആരവത്തിൽ ഏട്ടൻ്റെ ഒരു ഡാൻസ് കണ്ടോ. ദേവുട്ടൻ അതുപോലെ തന്നെ ദേവുട്ടൻ്റെ ലെമൺ പോയില്ല എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവൻ്റെ വിചാരം ലെമൺ പോയിട്ടില്ലെങ്കിൽ ജയിക്കുമെന്നാണ്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അടുത്ത ഗെയിമായിരുന്നു നമ്മളെ ബോൾ പാസിങ്. അത് ഞാനും ഐശ്വര്യയും അഖിലയും ദേവുട്ടനും കൂടി ചേർന്ന് കളിച്ചത്. അപ്പോഴത്തേക്ക് അമ്മയ്ക്കും അച്ഛനും അവരുടെ ന്യൂട്രീഷൻ സെൻറ്ററിൽ പോകേണ്ടിണ്ടായിരുന്നു കേട്ടോ. അവിടെ ആർക്കാർ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി. ഇടയിൽ കൂടെ ഇഷുട്ടനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഐശ്വര്യ ഔട്ടായപ്പോൾ ദേവുട്ടന് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ 2nd റൗണ്ട് ആയപ്പോൾ ഞങ്ങൾ കളിയുടെ ആക്കം കൂടി, കളിയുടെ സ്പീഡ് കൂടിയിട്ടാണ്. അങ്ങനെ ഇഷുട്ടൻ ഉള്ളിലിരുന്നിട്ട് ഇതൊക്കെ എന്താ പരിപാടി എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2ാമത്തെ റൗണ്ടിൽ അഖില ഔട്ടായിട്ടോ. ഇനി ഞാനും ദേവുട്ടനും മാത്രമേ ഉള്ളൂ ഈ റൗണ്ടിൽ കേട്ടോ. അമ്മയും മോനും തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം ആര് ജയിക്കും നോക്കാം അല്ലേ. അങ്ങനെ പാസ് ചെയ്ത് അവസാനം ദേവുട്ടൻ തന്നെ ജയിച്ചിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവനെ ഒരു ഗെയിമിലെങ്കിലും ജയിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഗെയിമിലൊന്നും ജയിക്കാതായപ്പോൾ.
അങ്ങനെ നമ്മൾ അവസാനം സമ്മാനം കൊടുക്കാൻ വേണ്ടി മാടി വിളിച്ച് അവൻ വന്ന് സമ്മാനം വാങ്ങി. ഇനി ബാക്കി എല്ലാവർക്കും ഓരോരുത്തർ മാറി സമ്മാനം കൊടുക്കുക. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം, ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നു, ഏട്ടൻ്റെ സമ്മാനം കിട്ടി. രണ്ടാളും ഭയങ്കര ആർമാദിപ്പിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഇഷുട്ടനും ആദിക്കുട്ടനൊക്കെ സമ്മാനം കൊടുത്തു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും. ഇതുപോലത്തെ ഒരു ഓണമായിരിക്കട്ടെ ഇനി വരുന്നതൊക്കെയെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു അടിപൊളി ഓണമായിരുന്നു ഇത്തവണത്തെ കേട്ടോ. ഇത്തവണ എന്നുള്ളൊരു കുറവാണ് ഇതിലുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം പാട്ടും കൂത്തൊക്കെ ആയി അച്ഛനും മക്കളും ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾ അവിടെ ഓണം ആഘോഷിച്ചോ? നിങ്ങളുടെ ഓണം വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.